ഹലോ ഗൈസ്, അപ്പോൾ ഷാലു രാജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിന്ന് കുളിച്ച് സാരിയൊക്കെ ഉടുത്തിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കെട്ടുനിറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരൂർ വെച്ചിട്ടാണ്, അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പം തിരൂർ വരെ ബസ്സിനാണ് പോയത്. അവിടെ നിന്ന് പിന്നെ എൻ്റെ മൂത്തച്ഛനും ഇളയച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ശമ്പൂട്ടനാണ് കേട്ടത്. അവൻ ഇതേ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോ കയറി ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തിയിട്ട്, കാരണം ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് കഴിച്ചു. അപ്പോൾ അതേ ശമ്പൂട്ടൻ നല്ല മസാല ദോശയൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട് ഗൈസ്. വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ കയറി. ഞാനൊരു വടയും ഇച്ചിരി ചമ്മന്തിയാണ് കഴിച്ചത്. അവർ പിന്നെ മസാല ദോശയൊക്കെ കഴിച്ച് നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് അവൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തൊന്ന് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് അമ്പലത്തിലെത്തിയിട്ട്, എൻ്റെ പുത്രനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. അപ്പം സ്വാമിമാരെല്ലാവരും അവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാതെ അമ്പലത്തിലോട്ടാട്ടോ പോയത്. അപ്പോൾ അമ്പലത്തിലെത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ കാരണം ഇവിടെ ഭക്ഷണമില്ല എന്ന് അച്ഛൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കെട്ടുനിറ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പക്ഷേ ഞങ്ങളുടെ കെട്ടുനിറ ആയിട്ടില്ലായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു കന്നിസ്വാമി ഉണ്ട്, മാളികപ്പുറം ഉണ്ട് കേട്ടോ, എൻ്റെ ഇളയച്ചിൻ്റെ മകൾ. അപ്പം അവൾ ഫസ്റ്റ് ടൈം മാലിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് കേട്ടോ മറ്റുള്ള. അവൾക്ക് അറിയില്ലല്ലോ എന്താ എങ്ങനെയെന്നൊന്നും. അങ്ങനെ അവൾ നല്ല ഹാപ്പി മൂഡാണ്. ഞങ്ങളെല്ലാവരും, ഞങ്ങളെ റിലേറ്റീവ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ കെട്ടുനിറ ആയിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കെട്ടുനിറയൊക്കെ കണ്ട് കെട്ടുനിറയൊക്കെ ആസ്വദിച്ച്. അപ്പോഴേക്കും അവിടെ പാൽപ്പായസവും ശർക്കര പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇലയിൽ വാങ്ങി കഴിച്ചു ഗൈസ്. കാരണം ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ അമ്പലത്തിലെ പ്രസാദം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാനും അത് വാങ്ങി കഴിച്ച് അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട്, ഒരു ഗുരുസ്വാമിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫുഡ്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, ഞാനും എൻ്റെ മൂത്തശ്ശിയാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പാറോസ് ഉണ്ടായിരുന്നു അവിടെ. പാറോസ് മാളികപ്പുറം അതേ വന്നു കേട്ടോ ഞങ്ങളെ വീഡിയോസിലേക്ക്. പിന്നെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി നേരം വീഡിയോസൊക്കെ എടുത്ത് നേരെ ചോറുണ്ണാൻ പോയിട്ടോ. സ്വാമിമാരുടെ കൂട്ടത്തിൽ തന്നെ കേട്ടോ ഞങ്ങൾ ഇരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കാരണം ഈ അമ്പല പരിപാടിയിലെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എത്ര വെച്ചാലും ആ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചോറൊക്കെ വിളമ്പി സദ്യ ഉണ്ടായിരുന്നു, പായസമായിരുന്നു കേട്ടോ സദ്യ. അപ്പോൾ നല്ല സാമ്പാർ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ സദ്യയൊക്കെ കഴിച്ച് സെറ്റായി. ഞങ്ങൾ വീണ്ടും എൻ്റെ ഇളയച്ചീനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇളയച്ചീനെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ 2 റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ അവളിതേ ഇൻസ്റ്റയിൽ റീലെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ സ്വാമിമാർ പോവാനായപ്പോൾ ഞങ്ങളിതേ അവിടെ അമ്പലത്തിലേക്ക് വീണ്ടും പോയിട്ട് അവർ നാളികേരമൊക്കെ ഉടച്ച് സ്വാമിമാർ ശരണം വിളിച്ചിട്ട് ബസ്സിൽ കയറാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ 2 ബസ്സായിരുന്നു സ്വാമിമാർക്ക് പോവാനായിട്ട്. 2 ബസ്സിൽ നിറച്ചും സ്വാമിമാരായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ അവരെ യാത്ര അയച്ച് ഞങ്ങൾ നേരെ വീണ്ടും എൻ്റെ തറവാട്ടിലോട്ടാട്ടോ വന്നേ. അവിടെ വന്ന് 2-3 തേങ്ങയൊക്കെ പൊളിച്ചിട്ടേ ഗൈസ്. കാരണം തേങ്ങ വീട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിലൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ അവിടെ 2-3 തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 തേങ്ങയൊക്കെ പൊളിച്ച് വണ്ടിയിലിട്ട്, ഓട്ടോയിലായതിനെ കൊണ്ടും കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ 2-3 തേങ്ങയൊക്കെ പൊളിച്ച് ഓട്ടോയിൽ വെച്ച് അതിനിടയിൽ വാഴക്കൊല വെട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടൻ വാഴക്കൊലയൊക്കെ വെട്ടി ഞങ്ങൾ കുറച്ച് ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്ന് കുറച്ച് അവിടെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ ബാക്കി അവർ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ വീട്. അവിടെ നല്ല രസമാണ്, പാടം ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഏട്ടനിതേ വാഴക്കൊല വെട്ടി പകുതി എല്ലാവർക്കും കൊടുത്ത് ബാക്കി ഞങ്ങൾ വണ്ടിയിൽ വെച്ചു കേട്ടോ. എൻ്റെ മുത്തശ്ശിയാണത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് എൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിലോട്ടോ. പോകുന്ന വഴിക്ക് താമരക്കുളം കേട്ടോ. പാടത്ത് നിറച്ച് കൃഷിയാണ്. താമരയുടെ പൂവ് അവിടെ ഓരോന്നുള്ളൂ, എങ്കിലും ഭയങ്കര രസമാട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പാടത്ത് കൂടെയുള്ള റോട്ടിലൂടെയാണ് പോയത്. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് എൻ്റെ മോൻ ഇത് അവിടെ എത്തിയപ്പോൾ ഒരു പപ്പിക്കുട്ടീനായിട്ട് വന്നു കേട്ടോ ഗൈസ്. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.